ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. ബാക്ക് ടു സ്കൂൾ സീരീസിലെ 4ാമത്തെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ ബാക്ക് ടു സ്കൂൾ പ്ലാനറാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഈ പ്രാവശ്യം നമ്മൾ എടുത്തിരിക്കുന്ന തീം എന്ന് പറയുന്നത് ബാക്ക് ടു സ്കൂൾ തന്നെയാണ്. അതുകൊണ്ട് സ്കൂളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പിക്ചേഴ്സ് ആയിരിക്കും നമ്മൾ ഈ ഒരു പ്ലാനറിൽ ഫുള്ളായിട്ടും വരയ്ക്കുക. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഒരു തീമാണ് വരയ്ക്കാൻ ആഗ്രഹം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ പ്ലാനേഴ്സിൻ്റെയും വീഡിയോ കൂടി ഞാനൊരു പ്ലേലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ നമ്മൾ 3 വർഷമായി ചെയ്യുന്ന എല്ലാ മാസത്തെയും പ്ലാനറിൻ്റെ വീഡിയോസ് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ ഇതുപോലെ തന്നെ പ്ലാനർ തയ്യാറാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വരച്ച പ്ലാനറിൻ്റെ പിക്ചർ നമുക്ക് അയച്ചു തരാനായി മലയാളി മോം crafts@gmail.com എന്ന് പറഞ്ഞ മെയിൽ ഐഡിയിലോട്ട് 5 മുതൽ 6 വരെ പിക്ചേഴ്സ് നിങ്ങളുടെ പേര് സഹിതം അയച്ചു തരേണ്ടതാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ അത് ഉൾപ്പെടുത്തുന്നതായിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം കൂട്ടുകാർ അയച്ചു തന്ന പിക്ചേഴ്സൊക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണുക. അപ്പോൾ നമ്മൾ ആദ്യം വരയ്ക്കുന്ന പേജിൻ്റെ പേരാണ് തീം പേജ്. തീം പേജിൽ നമ്മൾ ഏത് മാസമാണോ സെലക്ട് ചെയ്തിരിക്കുന്നത് ആ മാസത്തിൻ്റെ പേരും അതിൻ്റെ ചുറ്റും നമ്മൾ എടുത്തിരിക്കുന്ന തീമുമായി ബന്ധപ്പെട്ട പിക്ചേഴ്സ് നമ്മൾ വരയ്ക്കുകയാണ് ചെയ്യണത്. നിങ്ങൾ ആദ്യമായിട്ടാണ് പ്ലാനർ തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ പ്ലാനർ വരയ്ക്കാനായി എന്ത് പുസ്തകം സെലക്ട് ചെയ്യാൻ ചിലർ ചോദിക്കാറുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള നോർമൽ നോട്ട് പുസ്തകം നിങ്ങൾക്ക് എടുക്കാം. 200 പേജിൽ താഴെ വരുന്ന പുസ്തകം. ലൈൻ ഉള്ളതോ ലൈൻ ഇല്ലാത്തതോ എടുക്കാം. ലൈൻ ഇല്ലാത്തത് എടുക്കുകയാണ് നല്ലത്. പടങ്ങളൊക്കെ വരയ്ക്കുമ്പോൾ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും കാണാൻ. പടങ്ങളൊന്നും വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ ലൈൻ ഇട്ട ബുക്കായാലും പ്രശ്നമില്ല. ഇനി നിങ്ങൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ശരിക്കും കുറച്ച് നന്നായിട്ടൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു പുസ്തകം പ്ലാനർ തയ്യാറാക്കാൻ വേണ്ടി മാത്രമായിട്ട് വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. ഈ മോഡൽ പുസ്തകത്തിന് പറയുന്നത് ഗ്രിഡ് നോട്ട്ബുക്ക് എന്നാണ്. അതായത് ഈ പുസ്തകത്തിൻ്റെ പേജസിൻ്റെ ഉള്ളിൽ കുറേ ഡോട്ട്സ് ഉണ്ടായിരിക്കും. ഈ ഡോട്ട്സ് വെച്ച് നമുക്ക് കണക്ട് ചെയ്ത് വരയ്ക്കാനും ഒക്കെ കുറച്ചും കൂടി ഈസിയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു നോട്ട്ബുക്ക് നോക്കുന്നത്. പിന്നെ ഈ ഒരു പുസ്തകത്തിന് അളവെന്ന് പറയുന്നത് A5 എന്ന് പറഞ്ഞ അളവാണ്. സാധാരണ നോട്ട് പുസ്തകത്തെക്കാട്ടും ചെറുതാണ് ഈ പുസ്തകം. പിന്നെ ഒരു കാര്യമുള്ളത്, ഇതിൻ്റെ പേജസ് കട്ടി കൂടുതലായിരിക്കും. സാധാരണ പേജസ് കനം കുറവായിരിക്കുമല്ലോ നോട്ട്ബുക്കിൻ്റെ. അപ്പോൾ നമ്മൾ പടങ്ങൾ വരയ്ക്കുമ്പോഴും സ്കെച്ച് കളർ ചെയ്യുമ്പോഴും ഒക്കെ ആ മഷി അപ്പുറത്തോട്ട് സ്പ്രെഡ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതാവുമ്പോൾ അങ്ങനെയില്ല, കുറേയും കൂടി കട്ടിയുണ്ട്. ഇങ്ങനത്തെ ബുക്കുകൾ വാങ്ങുമ്പോൾ ഇതിൻ്റെ പുറത്തെ കവർ ഉണ്ടല്ലോ, അതുമ്പോൾ നല്ല ഭയങ്കര ഡിസൈനും പടങ്ങളൊക്കെ ഉള്ളതാണ് സാധാരണ വരാറ്. അതുപോലെ തന്നെ പേജിൻ്റെ കളറ് ഒരു ക്രീം കളറായിട്ടാണ് കാണാറുള്ളത്. പേജിൻ്റെ എണ്ണം ഓരോ ബ്രാൻഡ് ബുക്കുകളുടെ അനുസരിച്ച് പേജിൻ്റെ എണ്ണത്തിന് മാറ്റം വരും. ഇനി പ്ലാനറിൽ പിക്ചേഴ്സ് വരയ്ക്കുമ്പോൾ എഴുതുമ്പോഴും ഞാൻ ശ്രദ്ധിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. ഞാൻ ഫുള്ളായിട്ടും പെൻസിലുകൊണ്ട് ഔട്ട്ലൈൻ ചെയ്തിട്ടാണ് പ്ലാനർ വരയ്ക്കാറ്. കാരണം ഞാൻ അത്ര എക്സ്പേർട്ടൊന്നുമല്ല ഡ്രോയിങ്ങിൽ. അതുകൊണ്ടെല്ലാം പെൻസിലുകൊണ്ട് വരച്ച ശേഷമാണ് ഞാൻ മുഴുവനായിട്ടും ഔട്ട്ലൈൻ ചെയ്യാറ്. ഞാൻ ഡ്രോയിങ്ങിൽ അത്ര എക്സ്പേർട്ടൊന്നും അല്ലാത്തതുകൊണ്ട് തന്നെയാണ് ഞാൻ ഫുള്ളായിട്ടും പെൻസിലുകൊണ്ട് ആദ്യം വരയ്ക്കും. അത് കഴിഞ്ഞിട്ടാണ് പെൻ ഉപയോഗിച്ച് ഔട്ട്ലൈൻ കൊടുക്കാറ്. നിങ്ങൾക്ക് നോർമൽ പെൻ വെച്ച് നന്നായി വരയ്ക്കാൻ അറിയുന്നവരാണ് ഇതിലേക്ക് അടിപൊളിയായിട്ട് നിങ്ങൾ വരയ്ക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് അതുപോലെ വരയ്ക്കാം. ഇനി പെൻ ഉപയോഗിച്ച് വരയ്ക്കുമ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന പെൻ എന്ന് പറയുന്നത് ഈ കാണുന്നത് CD മാർക്കറാണ്. ഇതിൻ്റെ നിബ്ബ് വളരെ കനം കുറവും എന്നാൽ നല്ല ഡാർക്കായിട്ട് ബ്ലാക്ക് നല്ലതായിട്ട് കിട്ടാറുണ്ട്. പക്ഷേ കനം കുറഞ്ഞ പേജിൽ വരയ്ക്കുമ്പോൾ ഇതിൻ്റെ പേജസിൽ മഷി അപ്പുറത്തോട്ട് സ്പ്രെഡ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ പെൻ ഉപയോഗിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കെച്ച് പെന്നോ ഇല്ലെങ്കിൽ ഒരു ബ്ലാക്ക് ജെൽ പെന്നോ ഉപയോഗിക്കാം. സാധാരണ ബോൾ പെൻ ഉപയോഗിക്കുകയാണെങ്കിൽ പെൻസിലിൽ വരച്ചിട്ടിൻ്റെ മുകളിൽ കൂടെ ബോൾ പെൻ എഴുതുമ്പോൾ ക്ലിയർ ആയിട്ട് വരില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബ്ലാക്ക് ജെൽ പെന്നോ അല്ലെങ്കിൽ സ്കെച്ച് പെൻ അല്ലെങ്കിൽ ഈ CD മാർക്കർ ഉപയോഗിച്ച് നമുക്ക് എഴുതാം. ഇനി ഞാനിതിന് മുകളിൽ കളേഴ്സ് യൂസ് ചെയ്യാൻ സാധാരണ ഒന്നിങ്കിൽ ക്രയോൺസ്, സ്കെച്ച് പെൻ ലൈറ്റ് കളേഴ്സാണ് സാധാരണ ഉപയോഗിക്കാറുള്ളൂ. ഇല്ലയെന്നുണ്ടെങ്കിൽ മഷി ഈ പറഞ്ഞ പോലെ സ്പ്രെഡ് ആകുമ്പോൾ വൃത്തിയുടെ ആവുന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാത്തത്. അപ്പോൾ ഞാനിപ്പോൾ ഈ പ്രാവശ്യം ഉപയോഗിക്കുന്നത് എൻ്റെ കയ്യിലുള്ള കുറച്ച് ഹൈലൈറ്റേഴ്സാണ്. അപ്പോൾ അതാവുമ്പോൾ ലൈറ്റ് കളറാണ്, മഷി അപ്പുറത്തോട്ട് സ്പ്രെഡ് ആവാറുമില്ല. അങ്ങനെ നമ്മുടെ തീം പേജ് വരച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ കളർഫുള്ളായിട്ട് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ കളർ ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. എനിക്ക് കളർഫുള്ളായിട്ടുള്ളതാണ് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ കളറിങ് ചെയ്തിരിക്കുന്നത്. ഇനി അതിൻ്റെ തൊട്ടപ്പുറത്തെ പേജിൽ നമ്മൾ വരയ്ക്കാൻ പോകുന്ന പേജിൻ്റെ പേരാണ് കലണ്ടർ പേജ്. അപ്പോൾ ഇതിൽ നമ്മൾ ജൂൺ മാസത്തിലെ കലണ്ടർ ഫുള്ളായിട്ടും വരയ്ക്കുകയാണ്. ഞാൻ ഒരു പേജിൽ കൊള്ളുന്ന രീതിയിൽ ചെറുതാക്കിയിട്ടാണ് വരച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് 2 പേജ് എടുത്ത് വലുതാക്കി വരയ്ക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കലണ്ടർ ഞാൻ വരച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ വരച്ചതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറഞ്ഞോളൂ. എനിക്ക് തെറ്റ് പറ്റും. അതുകൊണ്ടാണ് നിങ്ങൾ കലണ്ടർ എടുത്ത് വെച്ച് കൃത്യമായിട്ട് അത് വരയ്ക്കാം.
കലണ്ടർ ഫുള്ളായിട്ട് വരച്ച ശേഷം അതിന് ചുറ്റും ഞാൻ കുറച്ച് ബാക്ക് ടു സ്കൂൾ റിലേറ്റഡ് പിക്ചേഴ്സ് എന്തെങ്കിലുമൊക്കെ നമുക്ക് വരച്ചു കൊടുക്കാം. നമുക്ക് സ്ഥലമുള്ളതനുസരിച്ച് എന്താ വെച്ചൊക്കെ വരയ്ക്കാം. പിന്നെ ഈ ഒരു കലണ്ടർ നമുക്ക് ഫുൾ പ്ലാനിങ്ങിന് വേണ്ടിയിട്ടാണ്. ആ ഒരു മാസത്തെ കാര്യങ്ങളെല്ലാം കൂടി കാണാനും പ്ലാൻ ചെയ്യാനും. അപ്പോൾ ഈ ഒരു കലണ്ടറിൻ്റെ തൊട്ട് താഴെ കുറച്ച് സ്പേസ് ഉള്ളതിൽ ഞാൻ റിമൈൻഡേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ ഓരോ മാസവും നമുക്ക് പ്രധാനപ്പെട്ടതായിട്ട് ഓർക്കേണ്ട എന്തെങ്കിലും കാര്യം, ഡേറ്റും ആ കാര്യം നമുക്ക് വിശദമായിട്ട് എഴുതണമെങ്കിലാണ് ആ ഒരു സ്പേസ് കൊടുത്തിരിക്കുന്നത്. കാരണം ബാക്കിയുള്ള സെക്ഷൻസൊക്കെ കുഞ്ഞിതാണ്, കണ്ടില്ലേ, 1-ാം തീയതി മുതൽ 30-ാം തീയതി വരെ നമ്മൾ എഴുതിയതിൽ ചെറിയൊരു ബോക്സാണ്. അപ്പോൾ ചെറുതാക്കി എഴുതാൻ പറ്റില്ല. അപ്പോൾ താഴെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എഴുതണമെങ്കിൽ എഴുതാവുന്നതാണ്. അപ്പോൾ കുറേ എഴുതുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് 2 പേജ് എടുത്തിട്ട് എഴുതാം. ഈ ഒരു പ്ലാനർ നമ്മൾ തയ്യാറാക്കുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ ഒരു പുസ്തകം എടുത്ത് കുറേ വരച്ച് വെക്കുന്നതിൽ മാത്രമല്ല കാര്യം, ഇത് ഉപയോഗിക്കണം. നമ്മുടെ ഡേ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡയറി പോലെ ഇത് യൂസ് ചെയ്യണം. അപ്പോഴാണ് ഈ ഒരു പ്ലാനർ ഉണ്ടാക്കുന്നതിൽ ഒരു അർത്ഥമുള്ളൂ. അപ്പോൾ എന്നോട് ചിലർ ചോദിക്കാറുണ്ട് ഈ പ്ലാനർ മുഴുവനായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടൊന്ന് ഷെയർ ചെയ്യാൻ. ഞാൻ സാധാരണ ഈ ഒരു പ്ലാനറിൻ്റെ വീഡിയോസ് ചെയ്യുന്നത് കുട്ടികൾക്ക് വേണ്ടി കുറച്ചുകൂടി ക്രിയേറ്റീവായിട്ട് അവർക്ക് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ എല്ലാ മാസവും ചെയ്യുന്നത്. ഞാൻ ഉപയോഗിക്കുന്നത് ഒരു സാധാരണ ഡയറിയാണ്. അപ്പോൾ നിങ്ങൾക്കറിയാലോ എൻ്റെ ഏജ് കുട്ടികളെ പോലെയല്ല, കുറച്ചും കൂടി ഞാൻ മുതിർന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എഴുതാനുള്ള കാര്യങ്ങളൊക്കെ കൂടുതലുണ്ട്. പിന്നെ പല കാര്യങ്ങളും പ്ലാൻ ചെയ്യണമെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു ചെറിയ പ്ലാനറിൽ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു ഡയറിയാണ് യൂസ് ചെയ്യണത്. അതുകൊണ്ടാണ് അത് ഉപയോഗിച്ച് കംപ്ലീറ്റ് ചെയ്തൊരു വീഡിയോ ഞാൻ ഷെയർ ചെയ്യാത്തത്. പക്ഷേ എൻ്റെ മക്കളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ഞാനത് ഷെയർ ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ അതുപോലെ ഞാൻ ഇനി അവരത് ഉപയോഗിച്ച സമയത്തൊക്കെ ഞാൻ കാണിച്ചു തരാം അതെങ്ങനെയാണത് കംപ്ലീറ്റ് ആയിട്ടൊന്നും കൂടി. അപ്പോൾ ഈ ഒരു 2 പേജസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്, തീം പേജും കലണ്ടർ പേജും. ഇനി നമുക്ക് അടുത്ത പേജിലോട്ട് പോകാം. ഈ ഒരു പേജിൻ്റെ പേരാണ് മൂഡ് ട്രാക്കർ. അതായത് ഒരു ദിവസത്തെ നമ്മുടെ ഫീലിങ്സ് എങ്ങനെയായിരുന്നു എന്ന് മാർക്ക് ചെയ്യാനുള്ളൊരു ട്രാക്കറാണത്. ഇതിൽ നമ്മൾ കുറച്ച് പിക്ചേഴ്സ് വരയ്ക്കും. അത് നമ്മളിപ്പോൾ വരച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ബുക്ക് ഷെൽഫിൻ്റെ ഡിസൈനിലാണ് നമ്മൾ ഫുൾ വരയ്ക്കുന്നത്. അതായത് കുറേ ബുക്സ് ഇങ്ങനെ ഷെൽഫുകളിൽ ഇരിക്കുന്ന പോലെ വരയ്ക്കണേ. ഓരോ ബുക്സിൻ്റെ മുകളിൽ ഞാൻ ഓരോ നമ്പർ എഴുതും. അത് 1 മുതൽ 30 വരെയുള്ള തീയതികളെയാണ് സൂചിപ്പിക്കുന്നത് ഓരോ പുസ്തകവും. ഇനി ഇതെങ്ങനെ യൂസ് ചെയ്യണമെന്ന് ഞാൻ വഴിയേ പറയാം. അപ്പോൾ ഞാൻ ഈ പിക്ചർ ഫുള്ളായിട്ടൊന്ന് വരച്ച് തീർക്കട്ടെ. ഇതുപോലെ നമുക്ക് പല ടോപ്പിക്സിനെയും വെച്ചിട്ട് ട്രാക്കർ വരയ്ക്കാനായിട്ട് പറ്റും. ഇത് നമ്മൾ ഫീലിങ്സ് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തൊരു പേജാണ് ഇത്. ഇനി നമ്മുടെ സ്റ്റഡീസ് ട്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റഡി ട്രാക്കർ എന്ന് പറഞ്ഞൊരു പേജ് നമുക്ക് ഉണ്ടാക്കാം. അതിൽ നമ്മൾ ഒരു ദിവസം എത്ര മണിക്കൂർ പഠിച്ചു എന്ന് എഴുതി വെക്കണം ഓരോ ദിവസവും. അതുപോലെ തന്നെ നമുക്ക് വാട്ടർ ട്രാക്കർ എന്ന് പറഞ്ഞൊരു പേജ് വേണമെങ്കിൽ ഉണ്ടാക്കാം. വെള്ളം കുടിക്കാനൊക്കെ നിങ്ങൾക്ക് മടിയാണെങ്കിൽ ഒരു ദിവസം എത്രത്തോളം വെള്ളം കുടിച്ചു എന്ന് ട്രാക്ക് ചെയ്യാനുള്ള ഒരു പേജാണത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്ലീപ്പ് സൈക്കിൾ ട്രാക്കർ എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ വരയ്ക്കാം. അതിൽ നിങ്ങൾ ഒരു ദിവസം എത്ര സമയം ഉറങ്ങി എന്നറിയാം. ചിലർക്ക് ഉറക്കക്കുറവും അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ട്രാക്ക് ചെയ്യാനുള്ളൊരു പേജാണ്. അപ്പോൾ പല വ്യത്യസ്തമായ ട്രാക്കേഴ്സ് നമുക്കിതുപോലെ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, നമ്മുടെ പടം ഏകദേശം വരച്ചു കഴിഞ്ഞു. ഇനി കുറച്ച് കളറിങ് മാത്രമേ ബാക്കിയുള്ളൂ. അതിൽ ആ ബുക്സ് നമ്മൾ വരച്ചതിലൊന്നും കളർ ചെയ്യാൻ പാടില്ല. ബാക്കി ഞാൻ വെറുതെ കുറച്ച് ആക്സസറീസൊക്കെ സൈഡിൽ വരച്ച് വെച്ചിട്ടുണ്ട്. ഒരു ബാഗും അതുപോലെ ചെടികളും അതൊക്കെ കളർ ചെയ്ത് വെക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ തൊട്ട് താഴെ ഞാൻ എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഹാപ്പി, സാഡ്, ആംഗ്രി എന്ന് 3 കാര്യങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫീലിങ്സ് കൂടുതൽ എഴുതണമെങ്കിൽ എഴുതാട്ടോ. ഈ ഓരോ ഫീലിങ്സിനും നമ്മൾ ഓരോ കളർ തീരുമാനിച്ചിട്ട് ആ കളറ് അതിൻ്റെ നേരെ കളർ ചെയ്ത് വെക്കുക. അതായത് ഹാപ്പി ആണെങ്കിൽ ഞാൻ കൊടുക്കുന്നത് പിങ്ക് കളറാണ്, സാഡ് ആണെങ്കിൽ ഞാൻ കൊടുക്കുന്നത് ഒരു ബ്ലൂ കളറാണ്, ആംഗ്രി ആണെങ്കിൽ ഞാൻ കൊടുക്കുന്നത് ഒരു ഗ്രീൻ കളറാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. നിങ്ങൾക്കിത് മനസ്സിലായില്ല, ഇതാണ് ഇതിൻ്റെ കളർ കോഡ്. 1-ാം തീയതി നിങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു എന്നുണ്ടെങ്കിൽ പിങ്ക് കളർ ചെയ്ത് കൊടുക്കുക. 2-ാം തീയതി സാഡ് ആയിരുന്നെങ്കിൽ ബ്ലൂ കളർ ചെയ്ത് കൊടുക്കുക. 3-ാം തീയതി ആംഗ്രി ആണെങ്കിൽ ഗ്രീൻ കളർ ചെയ്ത് കൊടുക്കുക. 4-ാം തീയതി ഹാപ്പി ആണെങ്കിൽ വീണ്ടും പിങ്ക്. അപ്പോൾ ഇങ്ങനെ ഓരോ ദിവസവും വ്യത്യസ്തമായ നിറങ്ങളായിരിക്കും. ചിലപ്പോൾ എല്ലാ ദിവസവും ഒരുപോലെ ആയിരിക്കും. അതറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ട്രാക്കർ. അപ്പോൾ ഒരു കളർഫുൾ പേജായിട്ട് മാറും ലാസ്റ്റ് ആകുമ്പോഴേക്കും.
ഇനി അടുത്ത നമ്മുടെ പേജിൻ്റെ പേരാണ് ഹാബിറ്റ് ട്രാക്കർ. നമ്മൾ നേരത്തെ കൊടുത്ത പോലത്തെ ഒരു ട്രാക്കർ തന്നെയാണ് ഇതും. അപ്പോൾ ഈ ഒരു പേജിൽ നമ്മൾ ട്രാക്ക് ചെയ്യുന്നത് നമ്മുടെ ഹാബിറ്റ്സ് ആണ്, നമ്മുടെ ശീലങ്ങൾ. അപ്പോൾ നമ്മൾ പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ ശീലങ്ങൾ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ട്രാക്കർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് എത്ര ശീലങ്ങൾ മാറ്റണം പുതിയതായിട്ട് ട്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് എഴുതാം. മാക്സിമം ഒരു 3-4 മതിയിട്ടാണ്. ഞാൻ കുറച്ച് എക്സാമ്പിളിന് വേണ്ടിയിട്ടാണ് ഒരു 6 എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ 3 നമുക്ക് ഒരു മാസത്തിൽ കറക്റ്റായിട്ട് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരെണ്ണമെങ്കിൽ മതി ഒരെണ്ണം. അപ്പോൾ 6 കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഇതിൽ എഴുതിയിരിക്കുന്നത്. വേക്ക് അപ്പ് ഏർലി, പേഴ്സണൽ പ്രയർ, എക്സസൈസ്, സ്റ്റഡി ഡെയിലി, ജേർണലിംഗ്, അതുപോലെ സ്ലീപ്പ് ഏർലി. അപ്പോൾ ഈ 6 കാര്യങ്ങൾ എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതെങ്കിലും എഴുതിയാൽ മതി. അതിനുശേഷം ആ ഓരോ കാര്യങ്ങളുടെ താഴെ ഞാൻ 30 ദിവസങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്പേഴ്സ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഓരോ ദിവസവും ഈ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഡേറ്റിലൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഓരോ ദിവസം അത് കറക്റ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ആണല്ലോ, അത് കഴിഞ്ഞു, ആ കാര്യം ഞാൻ എല്ലാ ദിവസവും ചെയ്യുന്നുണ്ട് കൃത്യം എന്ന് നമുക്ക് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പേജ്. അപ്പോൾ ഈ പേജുകളുടെയൊക്കെ ഒരു ഉദ്ദേശം എന്ന് വെച്ചാൽ നമ്മളെ കുറച്ചും കൂടി ബെറ്റർ ആക്കാനും നമ്മൾ കുറച്ചും കൂടി നന്നായിട്ട് കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ പ്ലാനർ ഉപയോഗിക്കുന്നത്. പലപ്പോഴും പക്ഷേ നമ്മളിങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ചാലും 3-4 ദിവസമൊക്കെ സ്കൂൾ തുറന്നിട്ട് യൂസ് ചെയ്യും. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എല്ലാവർക്കും മടിയാവും, നമ്മൾ ഈ പുസ്തകം അവിടെ മാറ്റി വയ്ക്കും. അങ്ങനെയല്ല, കൃത്യനിഷ്ഠ ഇത് ചെയ്യാൻ പറ്റിയാൽ നന്നായി, എല്ലാ ദിവസവും അല്ലെങ്കിലും പറ്റുന്ന ദിവസമൊക്കെ. ഞാൻ പെൻസിൽ കൊണ്ട് മുഴുവനായിട്ട് ഔട്ട്ലൈൻ വരച്ചുകൊണ്ട് തന്നെ അതെല്ലാത്തിൻ്റെയും അത് മാച്ചിട്ടാണ് കേട്ടോ ഞാൻ കളറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണത്. ഇനി ഞാൻ ഈ പേജിൽ കുറച്ച് വെറുതെ ഡിസൈൻ വർക്കൊക്കെ ചെയ്യുന്നുണ്ട്. കുറച്ച് ഡിസൈൻ വർക്ക് ഓവറായി പോയി എന്ന് എനിക്കിത് കഴിഞ്ഞപ്പോൾ തോന്നി. ഇത്രയും വേണ്ടായിരുന്നു, ഇതിലൂടെ സിമ്പിളാക്കായിരുന്നു. കാരണം കുറേ നമ്പേഴ്സൊക്കെ എഴുതിയിട്ട് പിന്നെ കുറേ കളറൊക്കെ വന്നപ്പോൾ എന്തോ കുറേ ആയ പോലെ. അപ്പോൾ ഇനിവേസ് നിങ്ങൾക്ക് ഇങ്ങനെ ഇഷ്ടമാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തോ കേട്ടോ. ഞാൻ കുറച്ച് ഇങ്ങനെ കളർഫുള്ളും ഡിസൈനൊക്കെ വരയ്ക്കുന്ന ആളായതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കുറേ വരച്ച് വെക്കുന്നത്. എനിക്ക് അങ്ങനെ കുറേ എസ്തെറ്റിക് ആയിട്ടൊന്നും അങ്ങനെ ചെയ്യാൻ അറിയില്ല കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ, എനിക്ക് ഇങ്ങനെ അറിയുള്ളൂ. അടുത്തത് ഈ ഒരു പേജിൽ നമ്മൾ സ്കൂളിലത്തെ ടൈം ടേബിൾ എഴുതാൻ വേണ്ടിയിട്ടൊരു പേജ് വിട്ടിരിക്കുകയാണ് അവിടെ. അത് ടൈം ടേബിൾ കിട്ടുന്ന സമയത്ത് നിങ്ങൾ അവിടെ സൈഡിലേക്ക് ചരിച്ചിട്ട് സ്കൂൾ ടൈം ടേബിൾ എഴുതി വെക്കാം. അത് എഴുതി വെക്കുമ്പോൾ നമുക്ക് അടുത്ത ദിവസം പ്ലാൻ ചെയ്യാനൊക്കെ കുറച്ചുകൂടി ഈസി ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ അവിടെ അങ്ങനെ ടൈം ടേബിളിന് സ്പേസ് കൊടുത്തത്. അടുത്തൊരു പേജിൻ്റെ പേരാണ് ഡെയിലി റുട്ടീൻ. അപ്പോൾ ഇത് നിങ്ങൾ ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും. ഞാൻ ഒരുപാട് സ്റ്റുഡൻസിന് വേണ്ടിയുള്ള റുട്ടീൻസ് ഉണ്ടാക്കി ഷെയർ ചെയ്തിട്ടുണ്ട്, വീഡിയോസ് കുറേ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് വേണമെങ്കിൽ നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാക്കിയെടുക്കാം. ഇല്ലെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങളുടെ ദിവസം അനുസരിച്ച് നിങ്ങൾ പ്ലാൻ ചെയ്യുക. കാരണം ഓരോരുത്തരുടെ വീട്ടിലെയും അവസ്ഥകളും കാര്യങ്ങളൊക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും. നിങ്ങളുടെ പാരൻസ് ചിലപ്പോൾ ജോലിക്ക് പോകുന്നുണ്ടാവും, അത് നിങ്ങൾ സ്കൂളിൽ നിന്ന് ഒരുപാട് എന്താ പറയുക വീട് നിങ്ങളുടെ ദൂരം ഉണ്ടാവും. അപ്പോൾ പോകാനും വരാനുള്ള ടൈമിങ്, ട്യൂഷന് പോകുന്നവരുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാനൊരു റുട്ടീൻ പറഞ്ഞതെന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് അത് ഫോളോ ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എഴുന്നേൽക്കുന്ന ടൈം, നിങ്ങൾ അതുപോലെ റെഡി ആവുന്ന സമയം, എത്ര നേരം പഠിക്കണം, എപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നു വരുന്നു, അതുപോലെ ഉറങ്ങുന്ന ടൈം, ഇതൊക്കെ അനുസരിച്ച് നല്ലൊരു റുട്ടീൻ നിങ്ങളിപ്പോൾ തന്നെ എഴുതി വെക്കുക. അത് കഴിഞ്ഞിട്ട് അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ചില ദിവസമൊന്നും പറ്റില്ല, എന്നാലും പരമാവധി ദിവസങ്ങളിൽ പ്രത്യേകിച്ച് മൺഡേ ടു ഫ്രൈഡേ റുട്ടീൻ കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാൻ നമ്മൾ ഇപ്പോഴേ ഉണ്ടാക്കിയെടുക്കുക. സാറ്റർഡേ സൺഡേ സാധാരണ ഞങ്ങളങ്ങനെ റുട്ടീൻ ഫോളോ ചെയ്യാറില്ല വലിയ കാര്യമായിട്ട്. പക്ഷേ ഇനി മുതൽ കുറച്ചും കൂടി ബെറ്ററായിട്ട് ചെയ്യണമെന്നുണ്ട്. കാരണം കുറച്ചുകൂടി ടൈം നമുക്ക് പഠിക്കാനും അതുപോലെ കുറച്ച് എക്സ്ട്രാ ആക്ടിവിറ്റീസിനൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് സാറ്റർഡേ സൺഡേ കുറച്ചും കൂടി പ്ലാൻ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ നമ്മുടെ റുട്ടീൻ പേജ് ഏകദേശം ഇങ്ങനെയൊക്കെ നമുക്ക് എഴുതി വെക്കാവുന്നതാണ്. അടുത്തത് നമ്മൾ ടു ഡു ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പേജാണ് വരയ്ക്കുന്നത്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് നമ്മുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഓരോ ദിവസവും നമ്മുടെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനിങ് പേജാണ്. കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എഴുതാൻ. അതായത് ഓരോ ദിവസവും എന്തെങ്കിലും എക്സാമോ അല്ലെങ്കിൽ എന്തെങ്കിലും സെമിനാർ സബ്മിറ്റ് ചെയ്യണമെങ്കിലോ അങ്ങനെ ഓർമ്മപ്പെടുത്തേണ്ട എന്ത് കാര്യവും എഴുതാനുള്ളൊരു പേജാണ്. എക്സാമ്പിൾ പറഞ്ഞ 1-ാം തീയതി നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എന്താണ് അതിൻ്റെ ആ കാര്യങ്ങൾ, ഇതൊക്കെ എഴുതുന്ന ഒരു പേജ്. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ ഒരു പേജിന് ഇപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്നത് ടോട്ടൽ 6 ബോക്സുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് 4 ബോക്സായിട്ട് തിരിക്കണമെങ്കിൽ അധികമൊക്കെ എഴുതണമെങ്കിൽ 4 ബോക്സായിട്ട് തിരിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കുറേ എഴുതണമെങ്കിൽ എഴുതാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. 6 ബോക്സായിട്ട് തിരിക്കുകയാണെങ്കിൽ അത്യാവശ്യം എഴുതാനുള്ളൊരു സ്പേസ് കിട്ടും. ഇതെല്ലാ ആഴ്ചയും ഇതുപോലെ ബോക്സുകൾ വരച്ച് തയ്യാറാക്കണം. അപ്പോൾ ഇതാകെ 6 ദിവസത്തേ ഉള്ളൂ. 30 ദിവസത്തേക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ബോക്സ് തയ്യാറാക്കി നിങ്ങൾ എഴുതണം. ഇനി ഈ ബോക്സുകൾ എഴുതുമ്പോൾ അതിൽ ദിവസവും തീയതിയും വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം, എഴുതണമെങ്കിൽ എഴുതണ്ട. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കൃത്യനിഷ്ഠയായിട്ട് ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഡേറ്റും ഇതുപോലെ ദിവസവും എഴുതണ്ട. അല്ലെങ്കിൽ എന്താ വെച്ചാൽ പിന്നെ അത് വേസ്റ്റ് ആയിപ്പോവും. നമ്മൾ പിന്നെ മാറ്റി എഴുതേണ്ടി വരും. ഒരെണ്ണം വിട്ടുപോയാൽ പിന്നെ ഒക്കെ മാറ്റി എഴുതേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് വേണമെങ്കിൽ എഴുതിക്കോ, നിർബന്ധമില്ല. അത് കഴിഞ്ഞാൽ ഓരോ ദിവസത്തെയും കാര്യങ്ങളൊക്കെ നമ്മൾ അവിടേക്ക് ഒന്ന് എഴുതി വെക്കുക. നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ ഒന്ന് എഴുതി നോട്ട് ചെയ്ത് വയ്ക്കുക. എക്സ്ട്രാ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ പിന്നീട് എഴുതാം. നിങ്ങൾ എത്രത്തോളം എഴുതണോ അത്രത്തോളം അനുസരിച്ച് ബോക്സുകൾ തയ്യാറാക്കും. ഈ ഒരു പ്ലാനറിലെ ഫസ്റ്റ് പേജ് തീം പേജാണ് നമ്മൾ വരച്ചിട്ടുണ്ടായിരുന്നത്. അതിന് തൊട്ടപ്പുറത്ത് നമ്മൾ കലണ്ടർ പേജ് എന്ന് പറഞ്ഞിട്ടൊരു പേജ് വരച്ചിരുന്നു. നെക്സ്റ്റ് പേജിൻ്റെ പേരായിരുന്നു മൂഡ് ട്രാക്കർ എന്ന് പറഞ്ഞിട്ടുള്ള പേജ്. അത് കഴിഞ്ഞിട്ടുള്ള പേജിൻ്റെ പേര് ഹാബിറ്റ് ട്രാക്കർ. പിന്നെ നമുക്ക് സ്കൂൾ ടൈം ടേബിൾ എഴുതാനുള്ള ഒരു പേജ്.
അതിന് അടുത്ത പേജിൽ നമ്മൾ ഡെയിലി റുട്ടീൻ എഴുതി വയ്ക്കാനുള്ളൊരു പേജ്. ലാസ്റ്റ് പേജസ് എല്ലാം തന്നെ ടു ഡു ലിസ്റ്റ് എഴുതാനുള്ള പേജുകളാണ്. അപ്പോൾ ഇത്രയും സെക്ഷൻസാണ് നമ്മൾ വരയ്ക്കേണ്ടത്. ഇതിൽ നമുക്ക് ആവശ്യമുള്ളത് അനുസരിച്ച് ഇത് സെക്ഷൻസ് തിരിക്കാം. ഇനി നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അയച്ച പിക്ചേഴ്സ് നമുക്ക് കാണാം. നക്ഷത്ര ഡോണറ്റ്സ് തീമിലാണ് പ്ലാനർ തയ്യാറാക്കിയിരിക്കുന്നത്. ഏഞ്ചൽ ജോബി സ്മൈലി തീമിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത പ്ലാനറാണ്. റിൻസിൻ ഫഹ്മിദ കഴിഞ്ഞ മാസത്തെ സ്മൈലി പ്ലാനറാണ് ചെയ്തിരിക്കുന്നത്. പ്ലാനേഴ്സിൻ്റെ പിക്ചേഴ്സ് അയച്ച എല്ലാവർക്കും പ്രത്യേകം താങ്ക്സ് പറയണു. നിങ്ങളുടെ എല്ലാവരുടെയും പിക്ചേഴ്സ് ഇനി ഞങ്ങൾ കാണാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. മറക്കാതെ അയച്ചു തരാം. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.